ഇറാനിലെ ഒരു മാധ്യമമാണ്, ഒരു ദിനപത്രമാണ് ഹംഷഹ്രി. ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ ഫെബ്രുവരി 28 മരണപ്പെട്ട സുപ്രീം ലീഡർ അലി ഹമൈനിയുടെ ശവസംസ്കാരത്തിന് ശേഷം പ്രതികാരത്തിന്റെ ലക്ഷ്യമായിട്ട് കരുതപ്പെടുന്ന വിവിധ രാജ്യങ്ങളിലെ രാഷ്ട്രത്തലവന്മാരുൾപ്പെടെ 13 പേരുടെ പേരുകൾ ഈ പത്രം പ്രസിദ്ധീകരിച്ചു. ഇതിന്റെ ആ ഒരു ചിത്രം ഞാൻ പരിശോധിച്ചിരുന്നു. ഈ ജയിൽ പുള്ളികളുടെയൊക്കെ വസ്ത്രങ്ങൾ ധരിച്ചു നിൽക്കുന്നതായിട്ടാണ് ഈ 13 പേരെയും പത്രത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. സോ നമുക്കതിവിടെ വയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ട്, കാരണം വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് ആ ചിത്രം ഇതിനകത്ത് ഞാൻ ഉൾപ്പെടുത്തുന്നില്ല. പക്ഷെ 13 നേതാക്കളുടെ പേരുകൾ ഇവർ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് വളരെ ആശ്ചര്യപ്പെടുത്തുന്ന കാര്യമാണ്. ആദ്യം ഇവർ വെച്ചിട്ടുള്ള 2 ചിത്രങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ചിത്രമാണ് ആദ്യം. അതിന് തൊട്ട് അടുത്തായിട്ട് ട്രംപിന്റെ ചിത്രം വെച്ചിട്ടുണ്ട്. അതാണ് ആദ്യത്തെ ഹൈലൈറ്റ് ചെയ്തിട്ട് നിൽക്കുന്ന ചിത്രങ്ങൾ. ഇത് രണ്ടുമാണ് പ്രധാനമായിട്ട് ഇവർ കൊടുത്തിരിക്കുന്നത്. അതിന്റെ താഴെയാണ് ബാക്കിയുള്ള നേതാക്കളുടെയൊക്കെ ചിത്രങ്ങൾ വെച്ചിട്ടുള്ളത്. സോ ഇത് ഈ തോക്കിൻ മുനയിൽ നിർത്തിയിരിക്കുന്ന പോലെയാണ് കേട്ടോ ഈ ചിത്രങ്ങൾ വെച്ചിരിക്കുന്നത്. അതായത് ഇവരെ തീർത്ത് കളയണം എന്നുള്ള രീതിയിലുള്ള പട്ടികയാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഇത് ശരിക്കും ഇറാന് വലിയ പണിയാവാൻ ചാൻസ് ഉണ്ട്. അതിന്റെ കാരണം ഇവരെ 2 പേരുടെ ചിത്രം മാത്രമല്ല, ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോനിയുടെ ചിത്രം ഇതിനകത്തുണ്ട്. അതിനു പുറമെ ജർമ്മൻ ചാൻസലർ ഫെഡറിക് മേഴ്സിന്റെ ചിത്രമുണ്ട്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെ ചിത്രമുണ്ട്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാർമറിന്റെ ചിത്രവും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന് പുറമെ മറ്റു ചിലരുടെ ചിത്രങ്ങൾ കൂടിയുണ്ട്. അതിലൊന്ന് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് ചീഫ് ഓഫ് സ്റ്റാഫ് എയാൻ സമീറിന്റെ ചിത്രമാണ്. മറ്റൊന്ന് ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഗിഡിയോൺ സാറിന്റെ ചിത്രമാണ്. പിന്നെ ഉള്ളത് ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയായിട്ടുള്ള ഇസ്രായേൽ കാറ്റ്സിന്റെ ചിത്രമുണ്ട്. സെൻട്രൽ കമാൻഡ് കമാൻഡർ ആയിട്ടുള്ള ബ്രാഡ് കൂപ്പറിന്റെ ചിത്രം, പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്തിന്റെ ചിത്രം, അതോടൊപ്പം തന്നെ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയുടെ ചിത്രം. ഇതൊക്കെയാണ് ഇവർ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. സോ അമേരിക്കയിലെ ഉന്നതരായിട്ടുള്ള ആളുകൾ, ട്രംപ് ഉൾപ്പെടെയുള്ള ഉന്നതരായിട്ടുള്ള ആളുകൾ, അതോടൊപ്പം ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയും ഉന്നതരായിട്ടുള്ള ആളുകളും, ഇതിന് പുറമെ യൂറോപ്യൻ രാജ്യങ്ങളുടെ ഭരണാധികാരികളുടെ ചിത്രം, ജോർജിയ മെലോനി, ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി, ജർമ്മൻ ചാൻസലർ, ഇവരുടെ ചിത്രങ്ങളും ഈ ഒരു ടാർഗറ്റ് ലിസ്റ്റിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. ഇത് വലിയ പ്രശ്നമാകാനുള്ള സാധ്യതയുണ്ട്. അതായത് ഈ പത്രത്തിൽ പറയുന്നത്, ഈ 13 പേരുടെ പേര് പ്രസിദ്ധീകരിച്ചുകൊണ്ട് ഇവർ പറയുന്നത് പ്രതികാരം അനിവാര്യമാണ് എന്നാണ്. കുറ്റവാളികൾ സമാധാനപരമായ മരണത്തിന്റെ പ്രത്യാശയോടെ ശവകുടീരത്തിൽ എത്തും എന്ന് എഴുതിയിട്ടുണ്ട്. ഈ ചിത്രങ്ങൾ പ്രസിദ്ധീകരിച്ചുകൊണ്ട് ഇവർ പറഞ്ഞത് പിതാവിന്റെ പിൻഗാമിയായി സുപ്രീം ലീഡറായ മൊജ്തബ ഹമൈനി യുദ്ധ രക്തസാക്ഷികൾക്ക് പ്രതികാരം ചെയ്യുമെന്ന് ശപഥം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവരിത് കൊടുത്തത്. ഇത് ഓൺലൈനിലും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, ഇവരുടെ പത്രത്തിലും അച്ചടിച്ചു എന്നാണ് ഇപ്പോൾ മാധ്യമ റിപ്പോർട്ടുകൾ പറയുന്നത്. അപ്പൊ ഇതിനകത്തുള്ളൊരു കുഴപ്പം എന്താന്ന് വെച്ചാൽ, ഈ കേൾക്കുന്ന കാര്യങ്ങൾ പൂർണ്ണമായി ശരിയാണെന്നുണ്ടെങ്കിൽ ഇറാൻ വലിയ ആപത്ത് വിളിച്ചു വരുത്തുകയാണ്. നമുക്ക് ഇസ്രയേലും ഇറാനും തമ്മിലുള്ള പ്രശ്നം മനസ്സിലാക്കാം, അമേരിക്കയും ഇറാനും തമ്മിലുള്ള പ്രശ്നം മനസ്സിലാക്കാം, വൈകാരികമായിട്ട് അവർക്ക് പ്രതികരിക്കാനുള്ള അവരുടെ സ്വാതന്ത്ര്യത്തെ നമുക്ക് മനസ്സിലാക്കാം. അവർക്ക് പ്രിയപ്പെട്ട അവരുടെ നേതാക്കൾ മരണപ്പെടുമ്പോൾ തിരിച്ചടിക്കണം, അല്ലെങ്കിൽ തിരിച്ച് അവരെയും അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെയുള്ള ജനരോഷവും വൈകാരിക പ്രതികരണങ്ങളും ഒക്കെ ഉണ്ടാവും. അതിനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. പക്ഷെ ഇതിലേക്ക് യൂറോപ്യൻ ലീഡേഴ്സിനെ വലിച്ചിഴച്ചത് ഇറാൻ കാണിക്കുന്ന വലിയ അബദ്ധമാണെന്നേ പറയാനുള്ളൂ. കാരണം ഈ യുദ്ധത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ വലിയ സമ്മർദ്ദങ്ങൾ ഉണ്ടായിട്ടും യൂറോപ്യൻ നേതാക്കൾ വിട്ടുനിൽക്കുകയാണ് ചെയ്തത്. പ്രസിഡന്റ് ട്രംപ് പലതവണ യൂറോപ്യൻ രാജ്യങ്ങളോട് ആവശ്യപ്പെട്ടു യുദ്ധത്തിൽ പങ്കുചേരണമെന്ന്. കുറഞ്ഞ പക്ഷം നിങ്ങളുടെ വിമാനത്താവളങ്ങളും ബേസുകളും ഉപയോഗിക്കാനുള്ള അനുമതിയെങ്കിലും അമേരിക്കയ്ക്ക് തരണമെന്ന് പറഞ്ഞപ്പോൾ ഫ്രാൻസും ജർമ്മനിയും ഇറ്റലിയും ഒക്കെ അത് നിഷേധിച്ചു. ഇതിന്റെ പേരിൽ നമ്മുടെ അമേരിക്കൻ ഭരണകൂടവുമായിട്ട് ഉടക്കാൻ പോലും മടി കാണിച്ചില്ല യൂറോപ്യൻ ഭരണ നേതാക്കൾ. പ്രത്യേകിച്ച് നമ്മുടെ ജോർജിയ മെലോനിയും ട്രംപും ഒക്കെ തമ്മിൽ വലിയ വാക്കുതർക്കമൊക്കെ ഉണ്ടാവുകയും ചെയ്തു. അതുപോലെ തന്നെ ഫ്രഞ്ച് പ്രസിഡന്റുമായിട്ടൊക്കെ വലിയ പ്രശ്നങ്ങളിലേക്ക് അത് പോയതാണ്. അപ്പൊ ഞങ്ങൾ ഈ യുദ്ധത്തിൽ ഇല്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ ട്രംപ് വലിയ രീതിയിൽ പ്രതികരിച്ചു നാറ്റോയ്ക്കെതിരെ. നാറ്റോയെ കൊണ്ട് എന്ത് പ്രയോജനമാണ് അമേരിക്കയ്ക്ക് എന്നൊക്കെ ചോദിച്ചു. അപ്പൊ അമേരിക്കയോട് നാറ്റോ പറഞ്ഞത് ഞങ്ങളുമായി ബന്ധപ്പെട്ടൊരു വിഷയമല്ല ഇതിൽ ഇടപെടാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നാണ്. സോ അങ്ങനെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലെ നേതാക്കളുടെ കൂടി ചിത്രങ്ങൾ ടാർഗറ്റ് പട്ടികയിൽ ഉൾപ്പെടുത്തിയത് ഇറാൻ എന്തിനു വേണ്ടിയാണെന്ന് മനസ്സിലാവുന്നില്ല. ഇത് ഇറാൻ സ്വയം ആപത്ത് വിളിച്ചു വരുത്തുന്നതാണ്. ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിന്, ഞാൻ വീണ്ടും പറയുന്നു, യുദ്ധമാണ്. അവർക്ക് നേരെ ആക്രമണം ഉണ്ടായാൽ, നഷ്ടങ്ങൾ ഉണ്ടായാൽ തിരിച്ചടിക്കാൻ അവർക്ക് അവകാശമുണ്ട്. അവരൊരു പക്ഷേ അതിനു വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോകും. ട്രംപിനെ ഇല്ലാതാക്കുമെന്നൊക്കെയുള്ള അടക്കം സ്റ്റേറ്റ്മെന്റുകളൊക്കെ ഇറാനിൽ നിന്ന് വന്നു. ട്രംപും അതിനെക്കുറിച്ച് പ്രതികരിച്ചിട്ടുണ്ട്. ഇറാനെ ഞങ്ങളെങ്കിൽ ബാക്കി വയ്ക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ നിൽക്കുന്നതിനിടയിലാണ് ഇപ്പോൾ അവരുടെ ഒരു പത്രം
ഈ യൂറോപ്യൻ നേതാക്കളുടെ കൂടി ചിത്രങ്ങൾ ഹിറ്റ് ലിസ്റ്റിൽ പെടുത്തിക്കൊണ്ട് ഒരു പത്രം പ്രസിദ്ധീകരിക്കുന്നത് ഇത് തീർച്ചയായിട്ടും വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാവുന്നതിന് കാരണമായേക്കാം. ഇറാൻ സ്വയം ആപത്ത് ക്ഷണിച്ചു വരുത്തുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.